കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ പിരിയൻ വളർന്നിട്ട് നമുക്ക് ത്രെഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതായത് ഇപ്പൊ ബ്യൂട്ടി പാർലർ ഒന്നുമില്ല. അപ്പൊ നമുക്ക് വീട്ടിൽ എങ്ങനെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പിരിയൻ എങ്ങനെ ത്രെഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു ട്യൂട്ടോറിയൽ ആയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അതായത് സാധാരണ നമ്മൾ ത്രെഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ത്രെഡ് ഒന്നും വേണ്ട. നമ്മൾക്കിപ്പോ വീട്ടിൽ നമ്മളുടെ ഡ്രസ്സൊക്കെ തുന്നാൻ ഉപയോഗിക്കാറില്ലേ, ഈ ഒരു ടൈപ്പ് നൂല്, അത് വെച്ച് നമുക്ക് ത്രെഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ പറയുന്ന ഓരോ സ്റ്റെപ്പും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എനിക്ക് എന്തായാലും പറ്റും, അപ്പൊ നിങ്ങൾ കൊണ്ട് പറ്റും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി അധികം സംസാരിച്ച സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യാൻ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ത്രെഡിങ് പഠിപ്പിക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇനി വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു നൂല് നമ്മൾ തയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന തുന്നുന്ന ആ നൂല് എടുത്തിട്ട് ഇതുപോലെ ഇവിടെ ഒരു കെട്ടിട്ടിട്ട് ഇങ്ങനെ കിട്ടൂലേ. അപ്പം നമുക്ക് ഇതേ കണ്ടോ, ഇതുപോലെ കിട്ടും. എന്നിട്ട് നമുക്ക് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക്, അതായത് അങ്ങോട്ട് ഇങ്ങനെ കാണിക്കണം. 1 2 3 4 5 6 7 8 പ്രാവശ്യം നമ്മളിങ്ങനെ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ റൈറ്റ് ഹാൻഡ് ഉള്ളിലേക്ക് കാണിക്കണം. 1 2 3 4 5 6 7 8 പ്രാവശ്യം ഇങ്ങനെ കാണിക്കാം. എന്നിട്ട് ഇനി നമുക്ക് ത്രെഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ത്രെഡ് ചെയ്യാനുള്ള നമ്മുടെ പിരിയന്റെ ഏത് പിരിയനാണെന്ന് വെച്ചാൽ അത് ഈ ഒരു ഏത് ഹെയർ ആണ് നമുക്ക് അവിടുന്ന് ത്രെഡ് ചെയ്ത് കളയേണ്ടത്, അത് ഇവിടെ വരണം. ഇത് കണ്ടോ, ഇത് കാണിച്ചേക്കണം കേട്ടോ, ഇവിടെ വെക്കണം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ത്രെഡ് ചെയ്യാം. കണ്ടോ? ഫസ്റ്റ് 1-2 പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് താഴത്തെ പോർഷനൊക്കെ എടുക്കുമ്പോൾ കുറച്ച് പെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് ബ്യൂട്ടി പാർലറിൽ ഒരാൾ ഇങ്ങനെ പിടിച്ചു തന്നിട്ടല്ലേ നമുക്ക് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ പിടിച്ചു കൊടുക്കാറില്ലേ പതിവ്. അപ്പോൾ അത് കാരണം കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ത്രെഡ് ചെയ്യാനായിട്ട്. കാരണം ഇച്ചിരി പെയിൻ താഴത്തെ ആ പോർഷനിൽ നിന്ന് ഐബ്രോസ് എടുക്കുമ്പോൾ കുറച്ച് പെയിൻ ഉണ്ടാവും. അപ്പോൾ മുകളിൽ ഒരു പ്രശ്നമില്ല, മുകളിൽ ഒട്ടും പെയിൻ ഇല്ലാതെ തന്നെ എടുക്കാം. എന്നിട്ട് നമുക്കിത് ഇവിടെ എല്ലാം ഇതുപോലെ തന്നെ പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. ആ ഒരു ടൈപ്പിൽ എങ്ങനെയാണ് പിടിക്കേണ്ടത്, നൂല് എങ്ങനെയാണ് പിടിക്കേണ്ടതെന്നൊന്ന് പഠിച്ചാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ അപ്പർ ലിപ്പ് ഹെയർസും എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ത്രെഡ് എങ്ങനെയാണ് പിടിക്കേണ്ടത് മാത്രം പഠിച്ചാൽ മതി, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ അപ്പർ ലിപ്പ് ഹെയർസ് എടുക്കുന്നുണ്ട്. അപ്പർ ലിപ്പ് ഹെയർസ് എടുക്കുമ്പോൾ പെയിൻ ഇല്ലാതിരിക്കാൻ നമ്മൾ നാക്കിങ്ങനെ മുകളിലേക്ക് വെക്കില്ലേ, ആ ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. നമ്മൾ അപ്പർ ലിപ്പ് ഹെയർസ് ബ്യൂട്ടി പാർലറിൽ പോയി എടുക്കുമ്പോൾ അതുപോലെ പിടിച്ചാൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ഒട്ടും പെയിൻ ഇല്ലാതെ തന്നെ ഹെയർസ് എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇവിടെ എൻ്റെ കയ്യിലുള്ള ഒരു പിരിയൻ ഇങ്ങനെ ഈരി വെക്കാൻ പറ്റിയ ഒരു കുഞ്ഞു ചീപ്പുണ്ട്. ആ ചീപ്പ് വെച്ചിട്ട് ഞാൻ അതൊന്ന് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മുകളിലേക്ക് വന്നിരിക്കുന്ന കൂടുതലായിട്ട് വളർന്ന് ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ കൂടുതലായിട്ട് വളർന്ന ഹെയർസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഒരു സിസർ യൂസ് ചെയ്തിട്ട്. പിന്നെ അതിനുശേഷം ഞാൻ മുകളിൽ നമ്മളുടെ പിരിയനിൽ നമ്മുടെ കയ്യിലുള്ള വാസലിൻ, അതായത് ഏതെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീം എന്തെങ്കിലും അപ്ലൈ ചെയ്യുക. ഇത് ചെയ്തതിന് ശേഷം അപ്പർ ലിപ്പിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഐബ്രോസ് ഒന്ന് ഫസ്റ്റ് ഒരു ലൈൻ കൊടുത്തിട്ട് പിന്നെ ഐബ്രോസ് കുറവായിട്ട് തോന്നുന്ന സ്ഥലത്തൊക്കെ ഞാനവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫൈനൽ ലുക്ക് കാണാം. പിന്നെ നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആ നൂല് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ എന്നാലും ട്രൈ ചെയ്യാം, നിങ്ങളെ കൊണ്ടും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാനൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടി, കാരണം ഞാനിപ്പോൾ മൊബൈൽ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും അത്ര പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് എനിക്കറിയാം ഞാൻ ത്രെഡ് ചെയ്യുന്ന ടൈമിലൊക്കെ. പിന്നെ മൊബൈലിലേക്ക് നോക്കിയിട്ട് ത്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഞാൻ കണ്ണാടിയുടെ മുന്നിലേക്കും പോയി നിന്ന് ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനലിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എത്തുന്നതുവരെ ബൈ, ടേക്ക് കെയർ.